ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൊടുപുഴ മൂലമറ്റം പുള്ളിക്കാനം വഴി വാഗമൺ പോകുന്ന റൂട്ടിന്റെ ജേണിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതായത് റോഡിന്റെ രണ്ട് സൈഡിലും കാണുന്ന കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞങ്ങൾ സ്ഥിരം വാഗമൺ പോകുന്നവരാണ്. കാരണം തൊടുപുഴയിൽ നിന്ന് 41 കിലോമീറ്റർ മാത്രമാണ് വാഗമണിലേക്കുള്ളത്. അതായത് ഒരു 1.5-2 മണിക്കൂർ മൊത്തം ചുറ്റി മേളിലെത്താനായിട്ട്. പുള്ളിക്കാനം കഴിഞ്ഞ് കാണുന്ന ഈ പള്ളിയാണെങ്കിലും കുറേയധികം കുഞ്ഞു തടാകങ്ങളാണെങ്കിലും ടീ പ്ലാന്റേഷൻസും ഇതൊക്കെ ഒരുപാട് ഈ റൂട്ടിനെ മനോഹരമാക്കുന്നു. കാഴ്ചയൊക്കെ കണ്ട് വാഗമൺ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടാക്സീസും ജീപ്പും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അവർ തന്നെ നമ്മളെ എല്ലായിടവും കൊണ്ടുവന്ന് കാഴ്ച കാണിക്കും. അല്ല, നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിലാണെങ്കിലും വരാം. ഞാൻ പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയോടുകൂടി വാഗമണിലെ മുകളിലെത്തി. ആദ്യം തന്നെ മെഡോസിലേക്കാണ് പോയത്, അതായത് മൊട്ടക്കുന്ന്. അവിടെ നിറച്ച ആളായതുകൊണ്ട് ഇതുവരെയും വന്നിട്ട് കാണാണ്ട് പോയ ഏതെങ്കിലും സ്പോട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് കണ്ടേക്കാന്ന് കരുതി മുകളിലേക്ക് കയറി. വേറെ ഏതൊക്കെയോ വഴി കറങ്ങി വഴിയും തെറ്റി തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നാൽ ഈ വഴി തെറ്റി പോകുമ്പോൾ പോലും സൈഡിൽ കൊണ്ടാവുന്ന വീടുകളെ കാണുമ്പോൾ ഈ വീട്ടിലുള്ളവർ അത്യാവശ്യം വന്നാൽ എങ്ങനെ താഴേക്ക് പോകും, ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ജീപ്പ് ഉണ്ടോ, അതോ ഇവർ എങ്ങനെയായിരിക്കും പോകുന്നത്, നടന്നു പോകുമോ, ഇങ്ങനെ പല ചോദ്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിൽ. അതൊക്കെ കഴിഞ്ഞ് വന്ന കാര്യം ചായ കുടിക്കാനായിരുന്നു. ചായ കുടിച്ചു, തിരിച്ചു പോവുക. എന്നാൽ ഈ ഗോൾഡൻ അവർ എത്തിയപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ നിർത്താൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് നല്ല വീഡിയോസ് കിട്ടി. കാരണം ഇപ്പൊ നേരത്തെ തന്നെ നേരെ വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ കോടയും ഇറങ്ങി തുടങ്ങി. 6 മണിയോടുകൂടി തന്നെ സൺസെറ്റും ആയി. ഡെഫിനറ്റ് ആയിട്ടും കേരളത്തിൽ തന്നെ ചീപ്പസ്റ്റ് ആയിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് വാഗമൺ. അപ്പം പോകുന്ന വഴി മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഒരു 1 ഡേ ട്രിപ്പ് വാഗമൺ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സ്പോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് അടുത്തൊരു വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതിനു മുന്നായിട്ട് കുറച്ച് ടിപ്സും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ കോട കാണാനായിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായും മഴ പെയ്തതിന് ശേഷമുള്ളൊരു ദിവസം വന്നാൽ നല്ല രീതിയിൽ കോട കാണാം. അതുപോലെ തന്നെ മാക്സിമം വീക്ക് ഡേയ്സിൽ നോക്കി വരിക. അങ്ങനെയാണെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.